നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കൽ സീരീസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയൊക്കെ പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കിടുകാച്ചി വീഡിയോസാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക, അല്ല മാഷ അഭിപ്രായം പറയുന്നതല്ല, ഡീറ്റെയിൽഡ് വീഡിയോസാണ്. പാരലോഗ്രാം വിട്ടുപോയത് കഴിഞ്ഞ വട്ടം പാരലോഗ്രാം അല്ലെങ്കിൽ കൺകറൻറ്റ് ഫോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയിട്ടുണ്ട്. അത് ആഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിനകത്ത്, നിങ്ങൾക്ക് ഇത് കാണാം. അതുപോലെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്ക്രൂ ഗേജാണ്. സ്ക്രൂ ഗേജ് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ അറിയത്തില്ല, ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയ്ക്കകത്ത് കണ്ടാൽ മനസ്സിലാവും. സ്ക്രൂ ഗേജിനകത്തും ഉറപ്പുള്ളൊരു ചോദ്യമുണ്ട്. വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് ഞാൻ പറഞ്ഞത്. +2-കാർക്ക് വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെന്റിമീറ്റർ ആണ് വെർനിയറിന്റെ. സ്ക്രൂ ഗേജിന്റെ അതല്ല. അന്നേരം അത് നിങ്ങൾ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും സ്ക്രൂ ഗേജിന്റെ എന്ത് എഴുതണം, ലീസ്റ്റ് കൗണ്ട് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോയടി. അന്നേരം എന്താണ് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ഔട്ട് ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്ക്രൂ ഗേജ്. ആദ്യം പിച്ച് ഓഫ് ദി സ്ക്രൂ P = S/10. S എന്ന് പറഞ്ഞാൽ ഇതിനെ 10 വട്ടം, 0-ൽ നിന്ന് 10 വട്ടം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. 10 വട്ടം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 10 വരും. അന്നേരം എസിന് പകരം P = S/10 എന്നില്ല, എസിന് പകരം 10 എന്ന്. 10/10 എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ. എന്നിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. പിച്ച് ഓഫ് ദി സ്ക്രൂ P = S/10. ഓക്കെ, എസിന് പകരം 10 എന്ന് കൊടുക്കുക. 10/10 1 മില്ലിമീറ്റർ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ 0, 10, 20, 30, 40, 50, 60, 70, 80, 90. 0 തുടങ്ങുന്നുണ്ട്, അത് 100 ആണ്. 100 ഡിവിഷൻസ്. ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ, അത് നിങ്ങൾ സ്മോൾ n എന്ന് കൊടുക്കുക. അത് 100 ഡിവിഷൻസ്. ഇനി ലീസ്റ്റ് കൗണ്ട് എന്തോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ടളക്കാവുന്ന ഏറ്റവും ചെറിയ കൗണ്ടിനാണ് ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് = P/N. P എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ. 1/100 എന്ന് പറഞ്ഞാൽ എത്ര? 0.01 മില്ലിമീറ്റർ. അവിടെ തെറ്റരുത്. വെർനിയറിന്റെ 0.01 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 0.01 മില്ലിമീറ്റർ. ക്ലിയർ ആയിരിക്കണം. ക്ലിയർ. ഇനി കാണേണ്ടവർക്ക് കാണാം. ഇതാണ് സ്ക്രൂ ഗേജ് എങ്കിൽ, ഇതാണ് സ്ക്രൂ ഗേജിന്റെ അപ്പാരറ്റസ് എങ്കിൽ, ഇതാണ് ഹെഡ് സ്കെയിൽ മക്കളെ. ഇതാണ് ആ ഡിവിഷൻസ് ഒക്കെ ഉള്ള ഹെഡ് സ്കെയിൽ. അതിനകത്തോട്ട് കാണുന്നതാണ് പിച്ച് സ്കെയിൽ. ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ വീഡിയോക്കകത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ വലിയതായിട്ട് കാണിക്കുന്നില്ല. ഇത് ഹെഡ് സ്കെയിലും അകത്തുള്ളത് പിച്ച് സ്കെയിലും. ചിലർക്ക് വെർനിയർ സ്ക്രൂ ഗേജും തമ്മിൽ അങ്ങോട്ട് മെയിൻ സ്കെയിലും ഹെഡ് സ്കെയിലും എല്ലാം തെറ്റിപ്പോകാതിരിക്കാനാണ് ഇത് പറഞ്ഞത് കേട്ടോ. അന്നേരം ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി സ്ക്രൂ ഗേജ് എത്രയാണ്? 0.01 മില്ലിമീറ്റർ. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അധ്യാപകൻ ചോദിക്കും, വിച്ച് ഈസ് മോർ ആക്യുറേറ്റ് വെർനിയർ ഓർ സ്ക്രൂ ഗേജ്? ഏറ്റവും കൂടുതൽ കൃത്യതയുള്ളത് ഏതാണ്? വെർനിയർ ആണോ സ്ക്രൂ ഗേജ് ആണോ? സ്ക്രൂ ഗേജ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ വെർനിയർ. സ്ക്രൂ ഗേജ് ആണ്. ഒരു തലമുടിയുടെ തിക്നെസ് പോലും നമുക്ക് ഇതിനകത്ത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 മില്ലിമീറ്റർ ആണ്. ഇങ്ങനെ അങ്ങോട്ട് വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നല്ല പട്ടക്കം പോലെ അങ്ങോട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ല, അധ്യാപകരൊക്കെ പുലിക്കുട്ടികൾ എല്ലാം പഠിച്ചിട്ട് വന്ന് അവർക്ക് തന്നെ എന്തൊരു സന്തോഷമായിരിക്കും. അന്നേരം വൈവ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് മാഷൊരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. എന്നാൽ പോലും ഇത് ഒരു വൈവ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് മോർ ആക്യുറേറ്റ്, വെർനിയർ ഓർ സ്ക്രൂ ഗേജ്? സ്ക്രൂ ഗേജ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ വെർനിയർ ബിക്കോസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ് ഈസ് 0.01 മില്ലിമീറ്റർ. ക്ലിയർ? ഓക്കെ ആണല്ലോ. ഇനി പല കുട്ടികൾക്കും അറിയത്തില്ല സീറോ കറക്ഷൻ എങ്ങനെ എടുക്കണ്ടേ. 0 എററോ 0 കറക്ഷനോ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഏത് വേണോ നിങ്ങൾ നിശ്ചയിച്ചു വേണോ. 0 കറക്ഷൻ പഠിക്കുക. 0 എറർ അതിൻ്റെ ഓപ്പോസിറ്റ്. 0 കറക്ഷൻ പ്ലസ് ആണെങ്കിൽ 0 എറർ മൈനസ് ആണ്. 0 കറക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിച്ച് സ്കെയിൽ അറിയാമല്ലോ. പിച്ച് സ്കെയിൽ ഒരു 0 ഉണ്ട്, ഹെഡ് സ്കെയിൽ ഒരു 0 ഉണ്ട്. പിച്ച് സ്കെയിലിൻ്റെ 0യും ഹെഡ് സ്കെയിലിൻ്റെ 0യും നേരെ നിൽക്കുകയാണ്, കറക്റ്റ് സ്ട്രെയിറ്റ് നിൽക്കുകയാണെങ്കിൽ പിച്ച് സ്കെയിലിൻ്റെ 0 ഹെഡ് സ്കെയിലിൻ്റെ 0 നിൽക്കുകയാണെങ്കിൽ 0 കറക്ഷൻ 0. പിച്ച് സ്കെയിലിന്റെ മുകളിലാണ് ഹെഡ് സ്കെയിലിന്റെ 0 നിൽക്കുന്നതെങ്കിൽ 0 കറക്ഷൻ പ്ലസ്. പിച്ച് സ്കെയിലിന്റെ താഴെയാണ് ഹെഡ് സ്കെയിലിന്റെ 0 നിൽക്കുന്നതെങ്കിൽ 0 കറക്ഷൻ മൈനസ്. പിച്ച് സ്കെയിലിന്റെ 0 മുതൽ 1, 2, 3 എണ്ണി മണ്ടക്കോട്ടാണെങ്കിൽ ഇപ്പം 9 വരെ ഉണ്ടെങ്കിൽ +9, താഴോട്ടാണെങ്കിൽ അത് -9. അങ്ങനെ പിച്ച് സ്കെയിലിന്റെ 0യും ഹെഡ് സ്കെയിലിന്റെ 0യോട് ഒരുമിച്ച് കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ 0 കറക്ഷൻ 0. പിച്ച് സ്കെയിലിന്റെ 0യ്ക്ക് മുകളിലാണ് ഹെഡ് സ്കെയിൽ 0 എങ്കിൽ പ്ലസ്. പിച്ച് സ്കെയിലിന്റെ 0യ്ക്ക് താഴെയാണ് ഹെഡ് സ്കെയിലിൽ 0 എങ്കിൽ മൈനസ്. സാധാരണ ഇതിൽ എക്സ്പീരിയൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാരണം ഒന്ന് തിൻ വയർ ചോദിക്കാം, വയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഗ്ലാസ് പ്ലേറ്റ് ചോദിക്കാം,
പിന്നെ ലെഡ് ഷോട്ട് ചോദിക്കാം, വേണമെങ്കിൽ ലെഡ് ഷോട്ട് ചോദിക്കാം. ഇത്രയാണ് സ്ക്രൂ ഗേജ് ചെയ്യാനുള്ളത്. അപ്പാരറ്റസ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ട് പഠിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരിക്കലും കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യുമ്പം എപ്പോഴും നിങ്ങളുടെ എന്ത് വേണം, പിന്തുണയോടുകൂടിയേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. ഈ വീഡിയോസ് എല്ലാം ഉപകാരപ്പെടും, മറക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്. അടുത്ത വീഡിയോ ആയിട്ട് മാഷ് അടുത്ത ദിവസം നാളെ വരുന്നവരെ ബൈ ബൈ, സീ യു. ഓക്കെ.